ഒരു ഉറക്കം വരലുണ്ടല്ലോ. 4:45 നമ്മൾ ഇറങ്ങുവാണ്. പുറകില് വൻ സെറ്റപ്പ് കേട്ടോ. ഒന്നും കാണത്തില്ല. ലൈറ്റ് നിട്ടിടാം. എല്ലാരും കിടക്കുകയാണ് കേട്ടോ വണ്ടിയില്. ഓക്കെ ശരി. പിന്നെ വിടാലേ മൂന്നാറിന്. ഹായ് മക്കളെ, കുറേ നാളായിരുന്നു നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഹിൽ ടോപ്പ് റീജിയനിലൂടെയുള്ള ഒരു 2 ഡേയ്സ് ട്രിപ്പാണ് കേട്ടോ. നമ്മൾ കുറേ നാളായി ട്രിപ്പൊക്കെ പോയിട്ട്. മാത്രമല്ല 2 ഡേയ്സ് ട്രിപ്പ് നമ്മളങ്ങനെ പോകാറില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ ഒരു മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യാവുന്ന ഒരു റൂട്ടും കൂടിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ റൂട്ടാണ്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് മൂന്നാർ വഴി മറയൂർ കയറി കാന്തല്ലൂർ സ്റ്റേ, അത് കഴിഞ്ഞാൽ ചിന്നാർ ഫോറസ്റ്റ് റീജിയനിൽ കൂടി തിരിച്ച് പൊള്ളാച്ചി വഴി വീട്ടിലേക്ക് എത്തുന്ന ഒരു പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂരാണ് കേട്ടോ. ഏർലി മോർണിംഗ് തൃശ്ശൂർ പോകുമ്പോൾ ഈ ഒരു ഭംഗിയാണ്, ലൈറ്റൊക്കെ തെളിച്ചിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഇത്ര നേരത്തെ പോകലുണ്ട്, അപ്പം കണ്ടിട്ടുണ്ട്. പക്ഷെ മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഐസ്ക്രീം പാർലർ പോലെ ഒരു ഐസ്ക്രീം ഷോപ്പ് കണ്ടു. നല്ല രസമുണ്ടത് കാണാൻ. പോകുന്ന വഴിക്ക് മഴയായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മാക്സിമം ഹോട്ടൽ ഫുഡ് കുറയ്ക്കാനും, പിന്നെ മക്കളൊക്കെ ഉള്ളതല്ലേ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് അവരെ കഴിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തത്. അപ്പം തലേദിവസം ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. ചായ ഉണ്ടാക്കി ഫ്ലാസ്കിലേക്ക് എടുത്തായിരുന്നു. അപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിക്കുവാണ്. പുറകിൽ സീറ്റെല്ലാം കമഴ്ത്തിയിട്ട് ബെഡ് പോലെ സെറ്റാക്കിയേക്കുവാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ ഉറങ്ങി. ഋതു മാത്രം ഉറങ്ങിയില്ല. അവനിങ്ങനെ എല്ലാ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമായിരുന്നേ. ഇപ്പോൾ നമ്മൾ മഴയുണ്ട്, അവിടെ നിന്നിങ്ങനെ കഴിക്കുവാണ്. മുട്ടക്കറി നമ്മൾ പുറത്ത് മേടിച്ചിട്ട് രാവിലെ നമ്മൾ 3 മണിയായപ്പോൾ എഴുന്നേറ്റു. 4 മണി ആവാറായപ്പോഴേക്കും പിള്ളേരെയൊക്കെ റെഡിയാക്കി കാറിൽ കയറ്റി. അതിൻ്റെ ഇടയ്ക്ക് കറി ഉണ്ടാക്കാനുള്ളൊരു സമയം നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ മാക്സിമം വെള്ളം സ്റ്റോർ ചെയ്യണം. കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് എടുത്തു. കാരണം ഇപ്പം മഴയൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് വെള്ളം കുടിക്കാനുള്ള ഒരു ഭയം, മഞ്ഞപ്പിത്തം കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം തലേ ദിവസം തിളപ്പിച്ച് വെച്ചു. എന്നിട്ടത് വലിയ ഒരു പാത്രത്തിലൊക്കെ സെറ്റാക്കി. കൈ കഴുകാനും കുടിക്കാനല്ല, കൈ കഴുകാനൊക്കെ ഉള്ള വെള്ളം, വായ കഴുകാനൊക്കെ ഉള്ള വെള്ളം നമ്മൾ വേറെ ബോട്ടിൽസിലൊക്കെ സ്റ്റോർ ചെയ്തായിരുന്നു. അപ്പോൾ അതിനുള്ള സമയമൊക്കെയാണ് രാവിലെ കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴി എന്ന് പറയുന്നത് പെരുമ്പാവൂരിനും മൂന്നാർ റൂട്ടാണ് കേട്ടോ. ആ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ്. നമുക്ക് നോക്കുമ്പോൾ കാണാം അപ്പുറത്തെ ആ ഒരു ഹിൽ റീജിയനിലൊക്കെ ഫുള്ളും കോടമഞ്ഞാണ് കേട്ടോ. ചെറിയ മഴയുണ്ട്. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു വഴി അതിമനോഹരമായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് അപകടങ്ങളും പ്രതീക്ഷിക്കണം. മരം കടപുഴകി വീഴുക, ഉരുൾപൊട്ടൽ, ഇതൊക്കെ മഴ കനത്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അപകടങ്ങളാണ് ഈ ഒരു വഴിക്ക്. അപ്പോൾ അതുകൊണ്ട് മഴ അധികമാവുന്നതിന് മുന്നേ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിൽ നിന്നും പൊള്ളാച്ചി വഴി കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 2.25 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഭംഗി ആസ്വദിക്കാനും കൂടി വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വഴി തന്നെ തിരഞ്ഞെടുത്തത് കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് നേരിമംഗലം ബ്രിഡ്ജിലേക്കാണ്. ഒരുപാട് വീതിയുള്ളൊരു ബ്രിഡ്ജൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ KSRTC വന്നപ്പോൾ നമ്മളൊന്ന് ജാമായി പോയിട്ടോ. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു വഴിയുടെ ഭംഗി എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും കൂടി എനിക്കറിയണില്ല. അത്രയ്ക്കും ഭംഗിയാണ്. പിന്നെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ. എനിക്ക് എൻ്റെ ഇടുക്കിയൊക്കെ ഓർമ്മ വന്നു, എൻ്റെ നാടും അതൊക്കെ ഓർമ്മ വന്നു. ഭയങ്കര ഒരു ഗൃഹാതുരത്വമായിരുന്നു ഈ ഒരു വഴിക്ക് യാത്ര ചെയ്തപ്പം. നമുക്ക് ഒരുപാട് ഏലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റിയ ഒരു റൂട്ടാണ് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാലാണ് ഇതൊക്കെ നമുക്ക് അധികം കാണാൻ സാധിക്കുക. ഒരു KSRTCയിൽ കയറി ഇരുന്നാലും മതി, നമുക്ക് ഈ ഒരു വഴിയുടെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിച്ച് യാത്ര ചെയ്യാം.
വഴിക്ക് നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ വാട്ടർഫോൾസ് കാണാമെങ്കിലും ഈ ഒരു റൂട്ടിലെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ചീയാപ്പാറ വാട്ടർഫോളാണ്. ചിലപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴുകിയിട്ടും ചെയ്യാത്ത പാറ ആയതുകൊണ്ടാണോ ഇതിനെ ചീയാപ്പാറ എന്ന് പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമുക്ക് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ചെറിയൊരു റോഡ് പോലെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അവിടേക്കൊന്നും വണ്ടി കയറത്തില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ നിന്ന് ഫോട്ടോ എടുക്കാൻ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ കുടയൊന്നുമില്ല, മഴയുള്ള സമയമായതുകൊണ്ട് അവിടെ കുട വിൽക്കുന്ന ആൾക്കാരോട് നമ്മൾ 350 രൂപയ്ക്ക് ഒരു കുടയൊക്കെ വാങ്ങി. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു വാട്ടർഫോളാണിത്. പക്ഷേ ഭയങ്കര ഡേഞ്ചറായിട്ട് നമുക്ക് തോന്നും കേട്ടോ. റോട്ടിൽ നിന്ന് ഭയങ്കര ഒരു കൊക്കയാണ്, അങ്ങ് ദൂരെയാണ് വാട്ടർഫോള്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നമുക്ക് ചെല്ലാനൊന്നും പറ്റത്തില്ല. റോട്ടിൽ നിന്ന് ആ ഭംഗി ആസ്വദിക്കാനേ പറ്റുള്ളൂ. ചെറിയൊരു എന്താ പറയുക, സിമെൻ്റ് ഇട്ട ഒരു സെപ്പറേഷൻ മാത്രമേ ഉള്ളൂ ആ ഒരു കൊക്കയും എന്താ നമ്മുടെ റോഡുമായിട്ട്. അപ്പം കുട്ടികളൊക്കെ ഇത്തിരി പൊരിഞ്ഞിട്ടുള്ള മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കെയർ ചെയ്ത് കൊണ്ടുപോയി കാണിക്കുക. അതുപോലെ തന്നെ പോകും വഴിക്ക് നമുക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് ജയൻറ്റ് സ്വിങ്സ് കാണാം. ആ ഒരു വനത്തിൻ്റെ മേലെ കൂടെ റോപ്പിൽ കെട്ടിയിട്ട് ഇങ്ങനെ പോകുന്നൊരു സംഭവം അത് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം. നമുക്കൊരു 40 kg ഉണ്ടെങ്കിലാണ് അതിൽ നമുക്ക് പോകാൻ പറ്റുക, അല്ലെങ്കിൽ അതിങ്ങനെ സ്റ്റക്കായി പോകും നമുക്ക് വെയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെയൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മളെന്തായാലും അതിൽ അത്ര റിസ്ക് എടുത്ത് കയറി കാഴ്ച കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരെ പോയി. പിന്നെ നമ്മൾ എത്തിയത് പള്ളിവാസൽ പഞ്ചായത്തിലാണ്. പോകുന്ന വഴിക്ക് നല്ല ഭയങ്കര വീടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് ഏലത്തോട്ടങ്ങളെ കാണാൻ സാധിക്കും. ഏലം കാഴ്ച കിടക്കുന്നതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ മൂടിയിട്ടേക്കുന്നത്. പള്ളിവാസൽ എത്തിയാൽ നമുക്ക് ഒരു വ്യൂ പോയിൻറ്റും കൂടി ഉണ്ട് ഇവിടെ. റൈറ്റ് സൈഡിലായിട്ട് നല്ല വ്യൂ ആണ്, ഒരു രക്ഷയില്ല. നല്ല ഭംഗിയുള്ളൊരു കാഴ്ച. ഇടയ്ക്ക് ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ ചെന്ന് കണ്ട് നിൽക്കുമ്പോൾ സൂക്ഷിക്കുക, സേഫായിട്ട് കണ്ടുപോരുക. ഓപ്പോസിറ്റ് നമുക്ക് ഒരു ടീ ഷോപ്പൊക്കെ ഉണ്ട്, ഒരു ട്രെയിനിൻ്റെ പോലൊക്കെ ഒരു സംഭവമൊക്കെ ടീ ഷോപ്പ്. അവിടെ നിന്നൊരു ചായയൊക്കെ വാങ്ങി കുടിച്ച് നമുക്ക് ഈ ഒരു കാഴ്ചയൊക്കെ ആസ്വദിക്കാം. പക്ഷെ നമ്മൾ ചായ ഒന്നും കുടിച്ചില്ല, ചായ കുടിക്കാതെ തന്നെ ആസ്വദിച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ഇവിടെ നിന്ന് പോന്നു. ചെറിയ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന കാരണമുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് മക്കൾ താഴെ ഇറങ്ങിയിട്ട് കയറുമ്പം ഭയങ്കര ചളി വെളിയുന്നായിരിക്കും. അപ്പം നമ്മളവിടെ ഒരു ചെരുപ്പ് ഇടാനായിട്ട് ഒരു കവറൊക്കെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലാദ്യം ചെരുപ്പൊക്കെ കോരിയിട്ടിട്ടാണ് നമ്മൾ കയറുന്നത്. അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മുടെ സ്പോട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ചെറുതായിട്ട് തേയിലത്തോട്ടങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാറാണ് കേട്ടോ. മൂന്നാർ വന്നിട്ട് ഒരുപാട് വർഷമായി. എനിക്ക് തോന്നുന്നു വാൽപ്പാറ റൂട്ടിനേക്കാൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ റൂട്ട് തന്നെ. എനിക്ക് നല്ല ആർക്കും ഇഷ്ടപ്പെടുക ഈ റൂട്ട് തന്നെയായിരിക്കും. കാരണം വാൽപ്പാറയിൽ നമുക്ക് ആ ഒരു റൂട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ചെറിയ നല്ല വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്, തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഇവിടെ ഫുൾ തേയിലത്തോട്ടങ്ങൾ, മരങ്ങൾ, ഒരു രക്ഷയില്ല.
പോകുന്ന വഴിക്ക് നമുക്ക് ഹോഴ്സ് റൈഡിനുള്ള ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെ സാധനങ്ങൾ മേടിച്ചാൽ നല്ല റേറ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് അവരുടെ വേഷമൊക്കെ ഇട്ട് തേയില നുള്ളുന്ന വേഷമൊക്കെ ഇട്ട് നമുക്ക് ഫോട്ടോസൊക്കെ അവർ സ്പോട്ടിൽ തന്നെ എടുത്ത് നമുക്ക് തരും. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര റഷായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ഞങ്ങൾ നിർത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ പോന്നു കഴിഞ്ഞപ്പം അവിടെ ചെറിയൊരു സ്പോട്ട്, അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് ഹോഴ്സ് റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. റൈഡൊന്നുമല്ല, ജസ്റ്റ് മക്കളെ കയറ്റി ഒരു ഫോട്ടോ എടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം അവന് ഭയങ്കര ആഗ്രഹം. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നീലുവിന് വലിയ പേടിയൊന്നുമില്ല. അപ്പം അവളെയും കയറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ റൈഡൊന്നുമില്ല, ജസ്റ്റ് അവിടെ നിർത്തി അവർ ഫോട്ടോ എടുത്ത് തരും. 100 രൂപയാണ് ഇതിന് ചാർജ്. കുതിരയ്ക്ക് എന്തോ വയ്യായ്കയുണ്ട് കേട്ടോ, എൻ്റെ കാലിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പം അത് ഇത്തിരി നൊണ്ടിയാണ് നടക്കണത്. പിന്നെ വേറൊരു കുതിര അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, അതിനെ റൈഡിന് ഉപയോഗിക്കുന്നില്ല. അതിനും എന്തോ ഒരു ക്ഷീണമുള്ള പോലെ തോന്നി. മൊത്തത്തിൽ ക്ഷീണമുള്ള 2 കുതിരകളായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മളവിടെ കയറി. വല്ലാതെ ബുദ്ധിമുട്ടിച്ചില്ല. മക്കളെ ജസ്റ്റ് ഒന്ന് കയറ്റി ഫോട്ടോ എടുപ്പിച്ചതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഫുഡ് എന്ന് പറയുന്നത് മാഗിയാണ്. എല്ലാ സ്ഥലത്തും മാഗി, ഓംലെറ്റ്, അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ ചോളം, ഓഫ്കോഴ്സ് ചോളം ഉണ്ടല്ലോ, അപ്പം അവിടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചോളവും നമുക്ക് ഇഷ്ടം പോലെ കിട്ടും, ആവശ്യം പോലെ. പിന്നെ ചുട്ടിട്ടും അല്ലാതൊക്കെ അവർ തരും കേട്ടോ. അപ്പം ഇതിൻ്റെ സൈഡിലായിട്ട് അതും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പൊക്കെ ചെറുതായിട്ട് തോന്നി തുടങ്ങി. അപ്പോൾ പിന്നെ കൂടുതൽ എന്തെങ്കിലും കഴിക്കാൻ സ്വാഭാവികമായും തോന്നുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് മാഗി പിന്നെ മുട്ട ബുൾസെ ഇത് രണ്ടും മേടിച്ച് കഴിച്ചു. ആ തണുപ്പിൽ നിന്ന് കഴിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല, അതിന് മുടിഞ്ഞ ടേസ്റ്റ് ആയിട്ട് തോന്നിട്ടോ. പിന്നെ നീലുവിന് ഇത് വലിയ താല്പര്യമില്ല. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് ചോളം മതി. അവൾ ഭയങ്കര വീട്ടിലാണെങ്കിലും കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കുന്ന പുള്ളിക്കാരിയാണ് കേട്ടോ. പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് ചോളം മതിയെന്ന്. അപ്പോൾ പുള്ളിക്കാരി ചോളം കഴിച്ചു. എരിവില്ലാത്തത് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവുള്ളത് തരട്ടെ. ഇതുപോലെ നാരങ്ങയും മുളക് പൊടി എല്ലാം കൂടി തേച്ചിട്ടുള്ളത്. അപ്പോൾ ഹരിയേട്ടൻ അത് വേണം തന്നെ ഹരിയേട്ടൻ അതും കഴിച്ചു. ഈ അമ്മയാണ് കേട്ടോ നമുക്കത് ഉണ്ടാക്കി തന്നത്. നല്ല രസമായിരുന്നു. അതിൻ്റെ ഉള്ളിലിരുന്ന് കഴിക്കാൻ ചെറിയൊരു സ്പേസ്. അപ്പോൾ മക്കളൊക്കെ അവിടെ കയറിയിരുന്ന് കഴിച്ചു. പിന്നെ അവിടെ നമ്മൾ നേരെ പോകാൻ ഉദ്ദേശിച്ചത് മാട്ടുപ്പെട്ടി ഡാം കാണാനാണ്. പക്ഷേ കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു നിര കണ്ടു ഈ ഡാം കാണാനായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് സമയം കളയാൻ തോന്നിയില്ല. പിന്നെ നമ്മൾ മക്കളൊക്കെ ഉള്ളതല്ലേ, ടയേർഡാവും. കുറേ നേരം അങ്ങനെ കാത്തു കെട്ടി ഇതൊക്കെ കണ്ടുവരുമ്പോഴേക്കും. മട്ടുപ്പെട്ടി ഡാം അല്ലെങ്കിലും പോയില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ വീണ്ടും തിരിച്ചു പോന്നു. ഇനി അടുത്ത നമ്മുടെ യാത്ര എന്ന് പറയുന്നത് മറയൂർക്കാണ്. ഈ ഒരു സ്പൈസസ് ഒക്കെ തേച്ചിട്ടുള്ള കോണ് നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഭയങ്കര സ്വീറ്റാണ്. കൂടെ ആ ഒരു സ്പൈസ്നെസ്സും നാരങ്ങയുടെ ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. മൂന്നാറത്തിൽ മാട്ടുപ്പെട്ടി ഡാം കൂടാതെ നമുക്ക് ഇരുവികുളം നാഷണൽ പാർക്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഹൊറർ ബംഗ്ലാവ് ഉണ്ടെന്നാണ് മിതു പറഞ്ഞത്. പിന്നെ എലഫൻറ്റ് സഫാരി ഉണ്ട്. നമുക്ക് തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ട്രക്കിംഗ് നടത്താം. പിന്നെ തേയില ഫാക്ടറീസ് വിസിറ്റ് ചെയ്യാം, ഒരുപാട് തേയില മേടിക്കാം. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനൊന്നും നിന്നില്ല, നേരെ മറയൂർക്ക് പോകാൻ കേട്ടോ.